ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ CPIM സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ഏറെ വിമർശനങ്ങൾക്ക് വിധേയരായിരുന്നു. ദേശീയ തലത്തിലെ നേതാക്കളും ജില്ലാ കമ്മിറ്റികളും സഖ്യകക്ഷിയായി CPIM അടക്കം വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് പിന്തുണ തുടരുകയാണ് സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പ് തോൽവി മുഖ്യമന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ചിത്രീകരിക്കാനാണ് മാധ്യമങ്ങളും എതിരാളികളും ശ്രമിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് മലയാളത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. അതുകൊണ്ട് പിണറായിയുടെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. വ്യാപകമായ രീതിയിൽ പ്രചരണം നിങ്ങൾ നടത്തിയതാണ്. നിങ്ങൾ നടത്തിയ ആ അജണ്ടയോടൊപ്പം വരാൻ ഞങ്ങൾക്കിപ്പോൾ മനസ്സില്ല. 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമല്ലെങ്കിലും ഇത്തവണത്തെ പരാജയത്തിന്റെ ആഘാതം CPM-നെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തരംഗവും ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാടിന് വിരുദ്ധമായ ജനവികാരവുമാണ് തോൽവിയുടെ കാരണങ്ങളെ വിലയിരുത്തപ്പെട്ടത്. ഇത്തവണ ഈ കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഭരണത്തുടർച്ച നേടിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അതിനാൽ തന്നെ ഇത്ര വലിയ പരാജയം ഇടത് ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നതല്ല. തോൽവിക്ക് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിനും നേതാക്കൾക്കും പ്രവർത്തകർക്കും സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും നേരെ വിമർശനമുയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലും ഏറെ പഴികേട്ടു. KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഉയർന്നു. എന്നാൽ വടകരയിലെ തോൽവിക്ക് പിന്നാലെ കാരണം ഇതൊന്നുമല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. KK ശൈലജ എന്ന് പറയുന്ന മുൻ മന്ത്രി CPM-യുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് പൊതുവിലൊരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ടോ? അവരെ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ആളുകൾ കണ്ടു. അതുകൊണ്ട് അവരെ ഡൽഹിയിലേക്ക് പറഞ്ഞേൽപ്പിക്കേണ്ടതില്ല. ഇങ്ങനെ ഓരോരാൾ കാണുന്നതാണ്. അവർ കണ്ടോളാന്ന് മാത്രമേ ഉള്ളൂ. സ്വപ്നം കാണുന്ന ആളുകളോട് നിങ്ങൾ സ്വപ്നം കാണണ്ടെന്ന് പറയാൻ പറ്റുമോ? സ്വപ്നം കാണുമ്പോൾ ഏറ്റവും അവസാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ സ്വപ്നം കണ്ടോട്ടെ, അത്രയേ ഉള്ളൂ. ഞങ്ങളിവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. പരമാവധി ജയിക്കാൻ സാധിക്കണം. അതിന് പറ്റുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതൃത്വത്തെയാണ് നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ അയച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേഡറാണ് ശൈല ടീച്ചർ. തോറ്റു എന്നുള്ളത് പറയാം. വലിയ തോൽവി ഉണ്ടായി. അല്ല, വലിയ തോൽവി ഉണ്ടായതിന് അവിടെയെങ്കിലും ഈ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാകും. CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് വന്നതും കഴിഞ്ഞ ദിവസമായിരുന്നു. തുടക്കം മുതൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന നിലപാട് CPM കൈക്കൊണ്ടിരുന്നു. ഈ നിലപാടിൽ തന്നെ CPM ഉറച്ചു നിൽക്കുകയാണ്. കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം കമ്പനികൾ തീർക്കട്ടെ. പക്ഷേ ഇവിടെ കമ്പനീൻ്റെ പ്രശ്നം എങ്ങനെയാണ് മാറുന്നത്? കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെ CPIM-ൻ്റെ പാർട്ടി നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് കൂട്ടിക്കണക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ അതിന് രാഷ്ട്രീയമായിട്ട് തീർത്തത്. അത് തീർക്കണ്ടേ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇപ്പോൾ ഉണ്ടോ? എന്ത് തെളിവുകളേ? എന്ത് വസ്തുതയുള്ളേ? ഒരു വസ്തുതയില്ലാത്ത കാര്യം മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ച് രാഷ്ട്രീയമായ കപട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ CPM-ന് അതിനെ നല്ലതുപോലെ നേരിടേണ്ടിവരും, നേരിട്ടിട്ടുണ്ട്, ഇനി നേരിടും. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ EP ജയരാജൻ ഉയർത്തിവിട്ട വിവാദങ്ങൾ സംസ്ഥാന നേതൃത്വം കണ്ടില്ലെന്ന് നടിച്ചില്ല. തിരുത്തേണ്ടവരെ തിരുത്തുമെന്ന് തന്നെയാണ് വിവാദങ്ങളോടുള്ള MV ഗോവിന്ദന്റെ പ്രതികരണം. ഇല്ല, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തിരുത്തും, അത് നമുക്ക് തിരുത്താം. അന്നാതിരിയുള്ള കാര്യങ്ങൾ മുഴുവൻ തിരുത്താനല്ലേ നമ്മൾ തീരുമാനിച്ചത്. അത് മാത്രം എടുത്തിട്ട് പ്രത്യേകം തിരുത്തേണ്ട അല്ലല്ലോ. അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തിരുത്തും. ഞാനൊരു കടന്നൊരു ചോദ്യം ചെയ്തു. അതായത് EP ജയരാജന് ഈ BJP-യായിട്ട് എന്തോ ഒരു തരത്തിൽ ഡീൽ ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ വന്നിട്ട് ഈ കാര്യം പറഞ്ഞാൽ ഒരു ക്ഷീണം ഇടതുപക്ഷത്തിന് ഉണ്ടായിക്കോളും എന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് BJP ചെയ്യിച്ചാണ്. അതൊന്നും അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല. സൈബർ ഹാൻഡിലായ പോരാളി ഷാജിയെക്കുറിച്ച് വ്യക്തമായ മറുപടി സംസ്ഥാന സെക്രട്ടറിക്കില്ല. പോരാളി ഷാജി ഇടതുപക്ഷത്തിന് വേണ്ടി പോരാടുകയാണ് എന്ന് തനിക്കറിയില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. OR കേളുവിന് K രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന എല്ലാ വകുപ്പുകളും നൽകുമോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞുവെച്ചു. ന്യൂസ് മലയാളത്തിന്റെ ക്രോസ് ഫയർ എന്ന പ്രത്യേക പരിപാടിയിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.